ഹായ് ഫ്രണ്ട്സ്, കേരളത്തിലെ ഏകദേശം എല്ലാ യൂണിവേഴ്സിറ്റികളും 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെം റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അത് എളുപ്പം പബ്ലിഷ് ചെയ്യാൻ പറ്റിയത് കോളേജ് വൈസ് വാലുവേഷൻ നടന്നതുകൊണ്ടാണ് എന്ന് നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില കുട്ടികളെല്ലാം രക്ഷിതാക്കൾ ഇങ്ങനെയൊരു സംശയം വരുന്നുണ്ട്. ഇനി എല്ലാ സെമ്മിൻ്റെയും, അതായത് 4 ഇയേഴ്സ് ആകുമ്പോഴേ ഇനി ഇടയ്ക്ക് വരുന്ന മൊത്തം സെമ്മിൻ്റെ എല്ലാ വാലുവേഷനും കോളേജ് വൈസ് സ്വന്തം കോളേജിൽ നിന്ന് തന്നെ ആയിരിക്കുമോ എന്നത്. അതായത് ഇവിടെ ഇപ്പോൾ ഈ ഫസ്റ്റ് സെമ്മിൽ അതാത് ടീച്ചേഴ്സ്, അതായത് നമുക്ക് ആരാണോ ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ചത് പർട്ടിക്കുലർ സബ്ജക്റ്റ്, ആ കൺസേൺഡ് ടീച്ചർ തന്നെയാണ് വാലുവേഷൻ കോളേജിൽ നിന്ന് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസത്തിനുള്ളിൽ ഇത് അപ്ലോഡ് ചെയ്ത് റിസൾട്ട് ഒരാഴ്ചക്കുള്ളിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റിയതും. അപ്പോൾ ഈ 4 ഇയേഴ്സ് ഡിഗ്രി പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഒരുപാട് മാറ്റങ്ങളോടെ മുന്നോട്ട് വെച്ചിരിക്കുന്ന പല ക്രൈറ്റീരിയയിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ഈവൻ സെമ്മിൻ്റെ എക്സാം, ഈവൻ സെമ്മിൻ്റെ വാലുവേഷൻ ഒരിടത്തു നിന്നും ഓഡ് സെമ്മിൻ്റേത് ഒരിടത്തു നിന്നും എന്നാണ്. അതായത് ഇപ്പോൾ 1, 3, 5, 7 ഇങ്ങനെ വരുമ്പോൾ അത് കോളേജിൽ നിന്ന് ചെയ്യുകയും 2, 4, 6, 8 ഇങ്ങനെയുള്ള വാലുവേഷൻ സെക്കൻഡ് സെമ്മിൻ്റെയും 4th സെമ്മിൻ്റെയും 6th സെമ്മിൻ്റെയും ഒക്കെ വാലുവേഷൻ പുറത്തുനിന്നുള്ള ടീച്ചേഴ്സ് വന്നിട്ട് വാല്യൂയും ചെയ്യുന്നു. അതായത് നമ്മളെ കുട്ടികളുടെ പേപ്പർ സെക്കൻഡ് ഇരട്ട നമ്പേഴ്സ് വരുമ്പോൾ, സെക്കൻഡ് 4th 6th ഒക്കെ വരുമ്പോൾ മറ്റ് കോളേജ് വൈസ് ടീച്ചേഴ്സ് മാറിയിട്ട് വാലുവേഷൻ ചെയ്യും. എന്നാൽ ഒറ്റ നമ്പർ വരുമ്പോൾ 1, 3, 5, 7 ഇങ്ങനെ വരുമ്പോൾ അതാത് കോളേജിൽ തന്നെ വാലുവേഷൻ നടക്കുകയും ചെയ്യുമെന്നാണ് തീരുമാനം. പിന്നെ ഈ തിയറി എക്സാമിൻ്റെ മാർക്ക് മാത്രമല്ല, ക്രെഡിറ്റ് ബേസ്ഡ് സെമസ്റ്ററാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഓരോ പെർഫോമൻസിനും, എക്സ്ട്രാ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിനും, സർട്ടിഫിക്കറ്റിനും എല്ലാത്തിനും ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. പ്രൊജക്റ്റ് വർക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഈ ഫസ്റ്റ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഒരു ഫൈനൽ കാര്യങ്ങളൊന്നും നമ്മളെ മുന്നിലേക്ക് വന്നില്ല. ഓരോ സെമ്മിനനുസരിച്ച് സിലബസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഡിഗ്രി പെർഫോമൻസ് തന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. എല്ലാ കോളേജും അധ്യാപകരും ഒക്കെ അതിന് സജ്ജമായിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി വളരെ ബിസി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് വളരെ ഊർജ്ജസ്വലമായിട്ട് കാര്യക്ഷമമായിട്ടെല്ലാം മുന്നോട്ട് നടത്തിക്കൊണ്ടുപോവാണ്. എന്തായാലും ഇത്രയും ഇപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റു പല കോഴ്സസിലും, പ്രത്യേകിച്ച് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സസിലേക്കൊക്കെ കുട്ടികൾ എൻ്റർ ആയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഒരേ ബാച്ചിൽ കൂടെ പഠിച്ച കുട്ടികൾ ഡിഗ്രി പ്രോഗ്രാമിൽ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്ത് റിസൾട്ട് വന്നിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന് കൃത്യമായിട്ട് ഇതുപോലെ എക്സാം നടക്കാറുണ്ട്. പക്ഷേ മെഡിക്കൽ അലൈഡ് കോഴ്സസൊക്കെ വരുമ്പോഴേ ഇപ്പോഴും അഡ്മിഷൻ നടന്നുകൊണ്ടേയിരിക്കുന്ന ഏരിയകളുണ്ട്. എന്തായാലും നല്ല രീതിയിൽ, അതായത് ഡിഗ്രിക്ക് വന്ന കുട്ടികൾക്ക് ആർക്കും വിഷമിക്കേണ്ടി വരില്ല. എത്രയും പെട്ടെന്ന് എളുപ്പം തന്നെ വളരെ ഇഫക്റ്റീവായി കാര്യക്ഷമമായി, അതേസമയം വളരെ ലളിതമായ രീതിയിൽ അധികം ടെൻഷനോ സ്ട്രെയിനോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൂട്ടത്തിൽ കൂടി എൻജോയ് ചെയ്ത് കമ്പൈൻഡായി പഠിച്ച് മാർക്ക് സ്കോർ ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം നമ്മുടെ നാട്ടിലും വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ വാലുവേഷനും നമ്മുടെ സ്വന്തം ടീച്ചേഴ്സ് തന്നെ കോളേജിൽ നിന്ന് വാല്യൂ ചെയ്യുകയല്ല, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്നിടവിട്ട് വരുന്നത് പുറത്തുനിന്നുള്ള അധ്യാപകരും വാല്യൂ ചെയ്യുന്നതായിരിക്കും. എങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതേസമയം തന്നെ അറ്റൻഡൻസിനും ഓൺ ദി ഹോൾ എല്ലാ പെർഫോമൻസിനും മാർക്കുണ്ട്, ക്രെഡിറ്റ് ഉണ്ട് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതാണ്. നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് വന്നിരിക്കുന്നത്. അത് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും.